blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായി ചേർന്ന് പ്രാർത്ഥിക്കാം. ആദ്യമായി ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡെസ്മണ്ട് മൈക്കൽ ആൻഡ് മാഗി ഡെസ്മണ്ട് ദമ്പതികളാണ്. കഴിഞ്ഞ 15-ാം തീയതി അവരുടെ 41ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഡെസ്മണ്ട് ആൻഡ് മാഗി. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, കുടുംബത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആരോഗ്യം നൽകണമേ, ആത്മീയ വളർച്ച നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനപരമായ ഒരു ജീവിതം നൽകണമേ, നല്ലൊരു ഭവനം നൽകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മക്കൾ എവിനു വേണ്ടിയും നോയലിന് വേണ്ടിയും കർത്താവെ ഓൾവിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഗ്രാൻഡ് ചിൽഡ്രന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരുടെ വിദ്യാഭ്യാസം, വളരെ നല്ല ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറും കർത്താവെ അങ്ങ് അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോട് ചേർന്ന് കർത്താവെ, പുത്തൻകുരിശ് വരിക്കോലിൽ നിന്നുള്ള തങ്കപ്പന് വേണ്ടിയും കാർത്തിയായനിക്ക് വേണ്ടിയും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കാർത്തിയായനിക്ക് എല്ലാ ആ തൊണ്ടയുടെ പ്രശ്നങ്ങളും സൗഖ്യമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൾ പ്രസന്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു വിവാഹം നടക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കോർട്ടിൽ നടക്കുന്ന കേസിൽ ഒരു വലിയ ജയം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൻ പ്രസാദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഷിപ്പ്യാർഡിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ജോലി തനിക്ക് ലഭിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഈ 2 കുടുംബങ്ങളെയും അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Thank you, sponsors, for sponsoring today's episode. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. For the grace of God that brings salvation has appeared to all men. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു. എല്ലാവരും ചേർന്ന് പറയാം, ദൈവത്തിൻ്റെ കൃപ. ഒരു പ്രാവശ്യം കൂടെ, എല്ലാവർക്കുമുള്ള ദൈവകൃപ ഉദിച്ചിരിക്കുന്നു. ആ കൃപ ഈ ഭൂമിയിലേക്ക് വന്നു ചേർന്നത് യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴാണ്. അപ്പോൾ എല്ലാവർക്കുമുള്ള രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, അതിനു മുൻപ് യേശു ഈ കൃപയുമായി ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ആ കൃപ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് നമ്മുടെ തലമുറയിൽ ഈ കാലത്ത് ആ കൃപ ലഭ്യമാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം യേശു ആയിരിക്കണം. ഒരിക്കൽ കൂടെ പറയാം, നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം അല്ലെങ്കിൽ അടിസ്ഥാനം യേശു ക്രിസ്തു ആയിരിക്കണം. ഹല്ലേലൂയ. യേശു എന്ന അടിസ്ഥാനത്തിൻ്റെ മേലാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ പണിയേണ്ടത്. പലരും പല പല അടിസ്ഥാനത്തിൻ്റെ മേൽ പണിയാറുണ്ട്. സങ്കല്പങ്ങളുടെ മേൽ ചിലർ അവരുടെ ജീവിതം പണിയും. അത് ചീട്ടുകൊട്ടാരം പോലെ എല്ലാം താഴേക്ക് വീഴും. ചിലർ ജീവിതത്തെ പണിയുന്നത് പണത്തിൻ്റെ മേലാണ്. അവരുടെ വിശ്വാസം ഇതാണ്: പണം ഉണ്ടെങ്കിൽ
എല്ലാം ഉണ്ട്. പണം കൊണ്ട് എല്ലാം നേടാം. പണം ഇല്ലാത്തവൻ പിണമാണ്. അതുകൊണ്ട് എങ്ങനെയും കുറച്ച് കാശുണ്ടാക്കി ജീവിതത്തിനൊരു ഫൗണ്ടേഷൻ ഇടാം എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. എന്ത് സംഭവിക്കുന്നറിയാമോ? പലപ്പോഴും അങ്ങനെ ഉണ്ടാക്കുന്ന പണം ചിറക് മുളച്ച് പറന്നു പോകും. ഒരു പക്ഷി വീട്ടുമുറ്റത്തിരുന്നു, ശബ്ദം കേട്ടപ്പോൾ പറന്നു പോകുന്നത് പോലെ പലരുടെയും പണം, ധനം, പ്രോപ്പർട്ടി, വസ്തുക്കൾ, സ്വർണ്ണാഭരണങ്ങൾ, അവർ സമ്പാദിച്ചു വെച്ചത്, നിക്ഷേപിച്ചത് ഒക്കെ വളരെ പെട്ടെന്ന് ചിറകെടുത്ത് പറന്നു പോകാറുണ്ട്. അതോടെ അവരുടെ ജീവിതം വല്ലാത്ത തകർച്ചയിലേക്ക് പോകും. എന്നാൽ യേശു ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി ജീവിക്കുന്നൊരു വ്യക്തിക്ക് പണം നഷ്ടപ്പെട്ടാലും പണം വന്നാലും, രോഗം വന്നാലും രോഗം വന്നില്ലെങ്കിലും, ജീവിതത്തിൽ എന്തെല്ലാം ഉയർച്ച താഴ്ചകൾ വന്നാലും അടിസ്ഥാനം വളരെ വളരെ ദൃഢമായതായതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ തകർന്നു പോകുകയില്ല. ഇന്ന് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നതിന് മുൻപ് സ്ഥായിയായ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് വേണം പോകാൻ. അടുത്ത ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടാകണമെന്നില്ല. നമ്മളുടെ ആരുടെയും ജീവിതത്തിൻ്റെ ദൈർഘ്യം നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഈ ഒരു തീരുമാനം എടുക്കാമെങ്കിൽ എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാലും ജീവിതം തകർന്നു പോവുകയില്ല. എന്താണ് ആ തീരുമാനം? എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം യേശുവായിരിക്കും. എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാക്കി വയ്ക്കാൻ കഴിയുക? ഇതൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണ്. എങ്ങനെയാണിത് പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്നത്? എത്ര പേർക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്? ഇനി പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. യേശു ക്രിസ്തു ജീവിതത്തിൻ്റെ അടിസ്ഥാനമാക്കി മാറണമെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കണം. യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ ദൈവമാണ്, എൻ്റെ രക്ഷകനാണ്. യേശുവിൻ്റെ നാമത്തിലാണ് ഞാൻ എല്ലാം ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല, യേശുവിനെ ഞാൻ കൂടുതൽ കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് യേശുവിനെ കൂടുതൽ അറിയാൻ കഴിയുക? യേശു സംസാരിച്ച വചനങ്ങൾ, യേശു ചെയ്ത ശുശ്രൂഷകൾ, അത്ഭുതങ്ങൾ, യേശുവിൻ്റെ ജീവിതം, ഇതെല്ലാം വളരെ വ്യക്തമായി വർണ്ണിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ കൂടെ കൂടെ വായിക്കണം. സന്ധ്യാപ്രാർത്ഥനയ്ക്കോ പ്രഭാത പ്രാർത്ഥനയ്ക്കോ പ്രത്യേക സീസണിലോ ഏതെങ്കിലും ഒരു അധ്യായമോ ഒരു ഖണ്ഡികയോ വായിച്ചതുകൊണ്ട് കാര്യമാകുന്നില്ല. യേശുവിനെ കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ പേഴ്സണലായി, വ്യക്തിപരമായി ദൈവത്തിൻ്റെ വചനം സമയമെടുത്ത് വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഉള്ളടക്കം ചെയ്തിട്ടുള്ള യേശുവിൻ്റെ ആ വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് പകരപ്പെടും. മാത്രമല്ല, എന്ത് പ്രശ്നം വന്നാലും യേശു ആ കാര്യം നോക്കിക്കൊള്ളും എന്ന വിശ്വാസത്തിൽ വേണം നമുക്ക് തുടർന്ന് ജീവിക്കുവാൻ. ഉദാഹരണത്തിന്, വീട്ടിൽ ഒരാവശ്യം വന്നിരിക്കുകയാണ്, വീട് പണിയണം, വേണ്ടത്ര പണം കയ്യിലില്ല. യേശു ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണെങ്കിൽ എന്തായിരിക്കും ആ വ്യക്തിയുടെ വിശ്വാസം? യേശു എനിക്ക് വേണ്ടി ഒരു വീട് പണിതു തരും, സമയത്ത് ആവശ്യമുള്ള പണം എനിക്ക് തരും, ഞാൻ വല്ലാതെ ആശങ്കപ്പെടുകയില്ല, ഞാൻ നിരാശപ്പെടുകയില്ല, യേശു ആ കാര്യം നോക്കിക്കോളും. ഇനി കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ്, ദൈവമേ അവർ നന്നായി പഠിക്കുമോ, മാർക്ക് ലഭിക്കുമോ, ഒരു അഡ്മിഷൻ ലഭിക്കുമോ, ഭാവി കിട്ടുമോ, വല്ലാതെ ആകുലപ്പെടുന്ന പലരുമുണ്ട്. അങ്ങനെയുള്ളവർ ഒരു കാര്യം മനസ്സിലാക്കി, യേശു അടിസ്ഥാനമാണെങ്കിൽ അവരിങ്ങനെ ആണ് ചിന്തിക്കേണ്ടത്, ഇങ്ങനെയാണ് ഏറ്റുപറയേണ്ടത്. എന്താ പറയേണ്ടത്? യേശുവാണ് എനിക്ക് കുഞ്ഞുങ്ങളെ തന്നത്, അതുകൊണ്ട് യേശു തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാവി നൽകും. യേശു അടിസ്ഥാനമായിരിക്കുമ്പോൾ അങ്ങനെ നമ്മൾ പ്രഖ്യാപിക്കും. കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ശക്തിയോടെ ഹല്ലേലൂയ. ഇന്നൊരു തീരുമാനമെടുക്കണം, യേശു എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. അടുത്തത്, യേശുവിനോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുത്. ജീവിതത്തിൽ ഒന്നും ചെയ്യരുത്, ഒരു തീരുമാനമെടുക്കരുത്. പ്രാർത്ഥിക്കണം, യേശുവേ ഇത് നിനക്ക് ഇഷ്ടമാണോ? ഞാനിത് ചെയ്യുന്നത് യേശുവേ ഇഷ്ടമാണോ?
അങ്ങനെ തുടർച്ചയായി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് കുറേശ്ശെയായി ദൈവഹിതം മനസ്സിലാക്കുവാൻ ഒരു കൃപ ദൈവം നൽകും. ഹല്ലേലൂയ. അങ്ങനെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നിലേക്ക് പോകുമ്പോൾ ജീവിതം ഒരിക്കലും വഴിപിഴച്ചു പോകുകയില്ല, തെറ്റിപ്പോകുകയില്ല. യേശുവാണ് അടിസ്ഥാനം. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഒരിക്കലും ജീവിതത്തിൽ തകിടം മറിഞ്ഞു പോകുകയില്ല. പ്രൈസ് ഗോഡ്. നമ്മളിവിടെ വായിച്ച ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് ദാറ്റ് ബ്രിങ്സ് സാൽവേഷൻ ഹാസ് അപ്പിയർഡ് ടു ഓൾ മെൻ. ഇവിടെ ഇരിക്കുന്ന വ്യക്തികളിൽ എനിക്കൊരു കാര്യം അറിയാം, ക്രിസ്ത്യാനികളായി ജനിച്ചവരല്ല എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ബൈബിൾ പഠിക്കുമ്പോൾ വ്യക്തമായി പറയുന്നൊരു കാര്യം, യേശു ക്രിസ്ത്യാനികളുടെ ദൈവം അല്ല, യേശു സകലരുടെയും ദൈവമാണ്. അതിനെത്ര പേർ ദൈവത്തെ സ്തുതിക്കും? യേശുവിന് മുഖപക്ഷമില്ല, യേശു ജാതി നോക്കുന്നില്ല. യേശു ജീവിച്ചിരുന്ന കാലത്ത് യഹൂദന്മാരുടെ സമൂഹത്തിലാണ് യേശു പിറന്ന് ജീവിച്ചത്. പക്ഷെ യേശു മനുഷ്യരെ യഹൂദന്മാർ എന്ന ആ കമ്മ്യൂണിറ്റിക്കപ്പുറം യേശു സ്നേഹിച്ചു. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണുന്നൊരു സംഭവം. എന്താണ് അവിടെ കാണുന്ന സംഭവം? അവിടെ കാണുന്ന സംഭവം ഇതാണ്. ശമരിയ പട്ടണത്തിൽ ഉള്ള ഒരു സ്ത്രീ വെള്ളം കോരുവാൻ വേണ്ടി ഒരു കിണറിൻ്റെ അരികിൽ വരുമ്പോൾ, അന്നത്തെ കാലത്തെ ശമര്യക്കാരും യഹൂദന്മാരും തമ്മിൽ യാതൊരുവിധ സമ്പർക്കവും ഇല്ലായിരുന്നു. എന്നാൽ യേശു അവിടെ ചെന്ന് ആ സ്ത്രീയോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് മശിഹയെ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അവിടെ അവസാനം അവിടെയുള്ള ജനം കൂടെ, ആ നാട്ടിലുള്ളവർ കൂടെ യേശുവിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ അവർ കൂടെ ഏറ്റുപറയുന്നൊരു കാര്യമാണ്, അങ്ങ് ലോകരക്ഷിതാവ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്ന് വെച്ചാൽ യഹൂദന്മാരുടെ മാത്രം രക്ഷകനല്ല, ക്രിസ്ത്യാനികളുടെ മാത്രം രക്ഷകനല്ല, എല്ലാ ജാതി മതസ്ഥരുടെയും രക്ഷകനാണ് നമ്മുടെ യേശു. എത്ര പേർക്ക് അഭിമാനമുണ്ട്? അങ്ങനെയുള്ളവർ കൈകളടിച്ച യേശുവിനെ നന്ദി പറയാൻ. ഹല്ലേലൂയ. ഈ ബ്ലെസ്സിംഗ് ടുഡേയുടെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ നോക്കിയാൽ രോഗസൗഖ്യം പ്രാപിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സ്വീകരിച്ചിട്ടുള്ള, മദ്യപാനം മാറിയിട്ടുള്ള, വലിയ വിടുതലുകൾ ലഭിച്ചിട്ടുള്ളവരിൽ ഭൂരിഭാഗം പേരും ക്രൈസ്തവ പശ്ചാത്തലം ഇല്ലാത്തവരാണ്. എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അത് തെളിയിക്കുന്നത് എന്താണ്? യേശുവിന് അതിർവരമ്പുകൾ ഇല്ല. ചിലർക്കൊക്കെ ഇങ്ങനെയുള്ള പ്രാർത്ഥനാ മീറ്റിങ്ങിൽ വരുമ്പോൾ ഉള്ളിലൊരു സങ്കോചമാണ്, ഞാൻ ക്രിസ്ത്യാനിയൊന്നുമല്ല, പിന്നെ ഇവരുടെ പ്രാർത്ഥനകളിലൊക്കെ പോയാൽ യേശു എൻ്റെ പ്രാർത്ഥന കേൾക്കും, എനിക്ക് യേശു എന്നെ കടാക്ഷിക്കുമോ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെയുള്ള എല്ലാവരോടുമായി ഉറക്കെ ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്ത്യാനികളുടെ ദൈവം അല്ല, യേശു എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷകനാണ്. ആർക്ക് വേണമെങ്കിലും ആ നാമത്തെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കാം. അതാണ് ഈ വചനം പറയുന്നത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു. ബ്രദർ, ഈ സഹോദരൻ്റെ പേര് രാജേഷ് എന്നാണ്. കീരിത്തോടെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ സഹോദരന് 2011 നമ്മുടെ കട്ടപ്പന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കർത്താവ് കൊടുത്തൊരു സൗഖ്യവും അതിൻ്റെ സാക്ഷ്യപ്പെടുത്താനാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ്, 2 വർഷം കഴിഞ്ഞു ഇപ്പോൾ തനിക്ക് സൗഖ്യം കിട്ടിയിട്ട്. തനിക്ക് തൻ്റെ വലത് കാലിൻ്റെ മുട്ടിന് താഴോട്ടുള്ള ഭാഗത്ത് 4 വർഷത്തോളമായി തനിക്ക് ചൊറിഞ്ഞു പൊട്ടി അവിടെ എപ്പോഴും പഴുപ്പും രക്തവും കൂടി വന്നുകൊണ്ടിരുന്നു. അത് 4 വർഷത്തോളം സഹിച്ചു. ഒത്തിരി മരുന്നുകൾ താൻ മാറി കഴിച്ചു. ഒത്തിരി ഡോക്ടേഴ്സിനെ താൻ കണ്ടു. തനിക്ക് കൃഷിപ്പണിയാണ് ജോലിയിൽ. അപ്പോൾ തനിക്ക് ഇതുമൂലം തനിക്ക് ജോലിക്കോ എങ്ങനെയാണ് പറഞ്ഞത്, തനിക്ക് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത വിധം ആൾക്കാർ കണ്ടാൽ അറയ്ക്കുന്ന വിധത്തിലായിരുന്നു തനിക്ക്. എത്ര നാളുണ്ടായി? 4 വർഷത്തോളം 4 വർഷം ഉണ്ടായിരുന്നു. തനിക്ക് ഇങ്ങനെ പറയാം, മുണ്ടെടുത്തുകൊണ്ട് പോയാൽ ആൾക്കാർ കളിയാക്കും.
പാൻറ് ഇട്ടുകൊണ്ട് പോയാൽ അത് ഒരഞ്ഞൊരഞ്ഞോ പിന്നെയും അത് കൂടുതലാവും. അങ്ങനെ ഒത്തിരി നാൾ താൻ വീടിൻ്റെ അകത്ത് തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയിലായിരുന്നു. താൻ നമ്മുടെ കട്ടപ്പന സഹകരണ ഓഡിയോറിയത്തിൽ നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ താൻ ആദ്യമായിട്ട് താൻ ആ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കടന്നു വന്നു. 2011 ആദ്യത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലാണ് താൻ അവിടെ കടന്നു വന്നത്. അവിടെ കടന്നു വന്ന് നമ്മുടെ പ്രാർത്ഥനയെല്ലാം കൂടി അതേ ഓഡിറ്റോറിയത്തിലാണ് നാളെ മീറ്റിംഗ് നടക്കാൻ പോകുന്നത്. അതിനുശേഷം താൻ ആ പ്രാർത്ഥന എല്ലാം താൻ ആ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം താൻ ലാസ്റ്റ് ബ്രദർ ഡാമിയൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ക്യൂവിൽ നിന്ന് ബ്രദർ ഡാമിയൻ്റെ അടുത്ത് വന്ന് ഇത് കാണിച്ചു പ്രാർത്ഥിച്ചു. ഈ കാലിങ്ങനെ പൊട്ടിയിരിക്കുകയാണ്, അന്നേരം രക്തവും ഇതും കൂടെ ഒലിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സമയമായിരുന്നു. താൻ പറഞ്ഞത് താൻ ആ മീറ്റിങ്ങിൽ വന്നപ്പോൾ തന്നെ എപ്പോഴും അവിടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, കൂടുതൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സൈഡിൽ ഇങ്ങനെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോഴും താൻ ഒരു കയ്യിൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വല്ലാത്ത ബുദ്ധിമുട്ടിലായിരുന്നു. അതിനുശേഷം മീറ്റിങ്ങിന് ശേഷം ബ്രദർ ഡാമിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഈ വിഷയം പറഞ്ഞ് കാല് കാണിച്ച് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പറഞ്ഞു, ബ്രദർ പറഞ്ഞു ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ടുമാറട്ടെ എന്ന് പറഞ്ഞൊരു തൻ്റെ മുഖത്തേക്കൊരു ഊതി എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് താൻ ശരീരത്തിലൊന്നും അനുഭവിച്ചില്ല, പക്ഷെ തനിക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. താൻ തിരികെ മടങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയതിനു ശേഷം സംഭവിച്ചത്, താൻ വീട്ടിൽ ചെന്നിട്ട് അന്നത്തെ ദിവസം ഞാൻ ചൊറിഞ്ഞിട്ടില്ല. ആ ചൊറിച്ചിൽ മാറി, പൂർണ്ണമായിട്ടും തന്നെ ചൊറിച്ചിൽ മാറി. പറഞ്ഞത് കുറച്ചായിട്ട് അത് ഉണങ്ങാൻ തുടങ്ങി. ഒരു മരുന്നും പെരട്ടാണ്ട് തന്നെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പതുക്കെ കുറയാൻ തുടങ്ങി. ഒരു മാസത്തിന് ശേഷം അത് പൂർണ്ണമായി മാറിപ്പോയി. ആ പഴുപ്പ് വരെ നിന്നു, ചോര വരുന്നവർ നിന്നു. ആ സ്ഥലത്ത് ഇപ്പോൾ ചെറിയൊരു പാടുകൾ മാത്രമേ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. പൂർണ്ണമായിട്ട് കർത്താവ് അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം കർത്താവ് നൽകി. ഒന്ന് കാണിച്ചു തരാം. ചെറിയ പാടുകൾ മാത്രമേ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ നമുക്കവിടെ. ഈ ഭാഗത്ത് ഇതിൽ മുഴുവനാണ് ഉണ്ടായിരുന്നത്. കറുത്ത ചില പാടുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ മൊത്തം ചൊറിഞ്ഞ് പൊട്ടുമായിരുന്നു. ചൊറിഞ്ഞ പൊട്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പുറത്തൊക്കെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മുണ്ടൊക്കെ കൊടുത്തോണ്ട് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ പാനിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വെള്ളം പ്രാർത്ഥിച്ച ശേഷം ആ രോഗസൗഖ്യം കിട്ടിയ ശേഷമുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു. വ്യത്യാസം പിന്നെ ഇതിന് ശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ആ സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ജോലിയെല്ലാം ചെയ്യുന്നുണ്ട്, കൃഷിപ്പണിയൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പുറത്തു പോകുന്നുണ്ട്, ഫ്രാൻസ് ഇടുന്നുണ്ട്, നിങ്ങൾ കണ്ടല്ലോ കർത്താവ് കൊടുത്ത സൗഖ്യം. 2011 ഇതുപോലൊരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ രോഗസൗഖ്യം പ്രാപിച്ച രാജേഷാണ് നിൽക്കുന്നത്. 2 വർഷത്തിന് മുമ്പ് യേശു കൊടുത്ത സൗഖ്യമാണ്. ഇന്നിപ്പോൾ ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിരിക്കും നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ രോഗിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നാളുകളിൽ ഇതുപോലെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് യേശു എന്നെ സൗഖ്യമാക്കി, എൻ്റെ പ്രശ്നത്തിൻ്റെ വിടുതൽ തന്നുവെന്ന് നിങ്ങൾക്കും പറയാൻ യേശു അവസരം തരും. അതല്ലെങ്കിൽ നിങ്ങളിവിടെ വരില്ലായിരുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. കർത്താവേ, ഈ യുവാവിന് കൊടുത്ത അത്ഭുതകരമായ രോഗസൗഖ്യത്തിനായി നന്ദി പറയുന്നു. ഒരു മരുന്നും പുരട്ടാതെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് സൗഖ്യം നൽകിയല്ലോ. അതുപോലെ ഇന്നിവിടെ പലരും യേശുവിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന്, രോഗികളായി വന്നിട്ടുള്ളവർ 2 കൈകളും ഉയർത്തി യേശുവിനെ ഒന്ന് വിളിക്കാമോ? കർത്താവെ, ഈ ഇരിക്കുന്നവരിൽ കൂടെ അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ, ഈ സാക്ഷ്യം കാണുന്നവരിൽ അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. രക്തവാദം, വല്ലാത്ത രീതിയിലുള്ള റൂമാറ്റിക് പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഏത് രോഗമാണെങ്കിലും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ രോഗസൗഖ്യം. ഈ സാക്ഷ്യത്തോട് ചേർന്ന് കർത്താവേ, നിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം, സൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ ഇപ്പോൾ നടക്കുന്നതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്രദറിൽ നിൽക്കുന്ന സിസ്റ്ററിൻ്റെ പേര് ജെസ്സി ഷിബു എന്നാണ്. താൻ വരുന്നത് കല്യാർകുട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സിസ്റ്റർ പറഞ്ഞത് 2010 ഇവരെ വിവാഹം കഴിഞ്ഞു. പക്ഷേ 1 വർഷത്തോളം കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതിനുശേഷം ആ 1 വർഷത്തിന് ശേഷം താൻ പ്രഗ്നൻ്റായി. പക്ഷേ 3-ാമത്തെ മാസത്തിൽ ആ കുഞ്ഞിനെ ഇവർക്ക് നഷ്ടപ്പെട്ടു. അത് ഈ സിസ്റ്റർ പറഞ്ഞത് 2011 മിസ്കാരേജ് നടന്നത്. മെയ് മാസം 19-ാം തീയതിയാണ് മിസ്കാരേജ് ആകുന്നത്. അങ്ങനെ ഇവർ ഡോക്ടറുടെ അടുക്കലൊന്നും പോയില്ല. പക്ഷെ ഒത്തിരി മാനസികമായ വിഷമം ഇവർക്കുണ്ടായി. പക്ഷേ ഇവർ യാദൃശ്ചികമായി രാവിലെ TV ഇങ്ങനെ ഓൺ ചെയ്തിട്ട് ചാനലുകൾ മാറ്റിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് സൂര്യ TV-യിലുള്ള നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം ഇവർ കാണുവാനിടയായത്. അന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അന്നത്തെ ആ പ്രാർത്ഥനയിൽ നമ്മുടെ ക്ഷമാ സിസ്റ്ററാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ക്ഷമാ സിസ്റ്റർ തൻ്റെ ജീവിതത്തിൽ
ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് പറഞ്ഞു. അന്ന് ദൈവം ഷമാസിനോട് സംസാരിച്ചത്, കുഞ്ഞ് നഷ്ടപ്പെട്ട ദിവസം താൻ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ടേബിളിൽ കിടപ്പോൾ ദൈവം പറഞ്ഞിരുന്നു, അടുത്ത വർഷം നിനക്ക് ഇതേപോലെ കുഞ്ഞിനെ തരുമെന്ന്. തൻ്റെ സാക്ഷ്യം ബ്ലെസ്സിംഗ് ടുഡേയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുഞ്ഞ് നഷ്ടപ്പെട്ട ഈ സഹോദരി അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇവരുടെ അകത്തൊരു വിശ്വാസം വന്നു. അന്ന് ഷമാസ് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഈ വർഷം ഈ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നിശ്ചയമായും കർത്താവ് നിങ്ങൾക്ക് കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഷമാ സിസ്റ്റർ ആ സമയത്ത് ടി വിയിലൂടെ പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥിക്കുന്നത് 2011 ജൂൺ മാസത്തിലാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഇവർ വിശ്വസിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം ചെയ്ത അത്ഭുതമെന്ന് പറയുന്നത്, പിറ്റേ വർഷം 2012 മെയ് മാസം 12-ാം തീയതി ഈ സഹോദരി ഒരു കുഞ്ഞിന് ജന്മം നൽകി. ഹല്ലേലൂയ. ഗ്രേറ്റ്. അങ്ങനെ അന്നത്തെ ആ 2011 ഷമാസ് തന്നെ സാക്ഷ്യം പറഞ്ഞത്. ആ സാക്ഷ്യത്തിൽ താൻ വിശ്വസിക്കുകയും അന്ന് ആ ഷമാസ് പറഞ്ഞതുപോലെ താൻ വിശ്വസിച്ച് ദൈവം അതിനനുസരിച്ച് പ്രവർത്തിച്ചു. പിറ്റേ വർഷം ഒരു കുഞ്ഞ് ജനിച്ചു. കുഞ്ഞിനിപ്പോൾ 1.5 വയസ്സായി. ഈ കുഞ്ഞിന്റെ പേര് ഏഞ്ചൽ മരിയ എന്നാണ്. ആ കുഞ്ഞാണ് ആ സഹോദരി ഒക്കത്തിരിക്കുന്നത്. ആരോഗ്യത്തോടു കൂടിയുള്ള നല്ല മനോഹരിയായ ഒരു കുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു. ഒരു സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ അനേകം അറിഞ്ഞുള്ളൂ. നമ്മൾ സാക്ഷ്യം കേൾക്കുമ്പോൾ കൈയടിക്കും, നന്ദി പറയും. പക്ഷേ ആ സാക്ഷ്യത്തിനകത്ത് വേറെ അനേകരുടെ സാക്ഷ്യങ്ങൾ ഇരിപ്പുണ്ട്. എന്ന് വെച്ചാൽ ആ സാക്ഷ്യം കേൾക്കുമ്പോൾ ആ അത്ഭുതം പെരുകുകയാണ്. അനേകരുടെ അകത്ത് വിശ്വാസം ജനിക്കുകയും അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവർക്കെല്ലാം ഇതേ അത്ഭുതം ആവർത്തിച്ചുണ്ടാകുന്നു. അതുകൊണ്ട് സാധാരണ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് പറയണം. പറയുമ്പോൾ ആ സാക്ഷ്യത്തിലൂടെ ഒരുപക്ഷെ 1000 പേരായിരിക്കും വിടുതൽ പ്രാപിക്കാൻ പോകുന്നത്. ഷമാ സിസ്റ്റർ ആ സാക്ഷ്യം പറഞ്ഞതുകൊണ്ട് ഈ ഒരു അത്ഭുതത്തെ ഇന്ന് നമ്മൾ കാണുന്നു. കർത്താവേ, ഇവരെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഒരു സാക്ഷ്യത്തിലൂടെ ജനിച്ച മറ്റൊരു സാക്ഷ്യമാണല്ലോ. എന്നാൽ ഇതിൻ്റെ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ സാക്ഷ്യം ഇന്ന് കാണുന്നവരിലും ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ നടക്കട്ടെ. പരാജയങ്ങളുടെ സ്ഥാനത്ത് ജയമുണ്ടാകട്ടെ. നഷ്ടപ്പെട്ട സ്ഥാനത്ത് കർത്താവ് അത്ഭുതകരമായി വീണ്ടും കൊടുത്ത് അനേകരെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അത്ഭുതകരമായ വിടുതൽ അവരുടെ ശരീരങ്ങളിൽ ഉണ്ടാകട്ടെ. ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ ഈ കൂട്ടത്തിൽ മാറിപ്പോകട്ടെ. ഫൈബ്രോയിഡ് മാറിപ്പോകട്ടെ. ഓവറിയിലുള്ള സിസ്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. In Jesus' name, Amen. ഈ സമയത്ത് വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മഞ്ഞപ്പിത്തം സൗഖ്യമാകട്ടെ. വളരെ ശക്തമായും സ്പഷ്ടമായും കർത്താവ് പറയുന്നു, ജോണ്ടിസ് മഞ്ഞപ്പിത്തം ബാധിച്ച് നാളുകളായിട്ട് അതിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യം ലഭിക്കാത്ത ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കും. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. ആസ്മ രോഗം ഈ സമയത്ത് സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ഈ തൊണ്ടയിലുള്ള മുഴ, തൊണ്ടയോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നട്ടലിൻ്റെ തകരാറുകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡുകൾ ഈ സമയത്ത് സൗഖ്യമാക്കുന്ന വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. രാജ്കുമാർ എന്നു പേരുള്ളൊരു സഹോദരൻ ഈ സമയത്ത് സൗഖ്യമാകുന്നു. TB രോഗം പിടിച്ച് വല്ലാത്തൊരു പ്രയാസത്തിലായിരിക്കുന്ന ആ സഹോദരൻ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ആമവാദം, ആർത്രൈറ്റിസ് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കാൽമുട്ട് രണ്ടും നീര് വന്ന് സ്റ്റിഫായി മടക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്ന നീര് യേശുവിൻ്റെ നാമത്തിൽ വറ്റിപ്പോകട്ടെ. കാല് മടങ്ങാൻ തുടങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിച്ച് ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഓരോ വ്യക്തിയുടെ ആവശ്യം വ്യത്യസ്തമാണല്ലോ. നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും ഇപ്പോൾ TV സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. പ്രഷർ വർദ്ധിച്ചിട്ട് തലച്ചോറിൽ രക്തസ്രാവമുണ്ടായ ഒരു വ്യക്തിയെ
ബ്ലഡ് ക്ലോട്ട് ഉണ്ടായ ഒരു വ്യക്തി, ഹെമറേജ് ഉണ്ടായ ഒരു വ്യക്തി കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് നീ ഇങ്ങനെ അത്ഭുതകരമായി വിടുതൽ കൽപ്പിച്ചതിനാൽ നന്ദി പറയും. താങ്ക് യു ലോർഡ്. പ്രശ്നം എന്താണെങ്കിലും ഈ സമയത്ത് വിടുതൽ സ്വീകരിക്കുക, വിശ്വാസത്താൽ സ്വീകരിക്കുക. കർത്താവ് നീ ഇങ്ങനെ ചെയ്ത കൃപകൾക്കായി നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയിലെ എപ്പിസോഡുകൾ വളരെ വളരെ സ്പെഷ്യൽ ആയിരിക്കും. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള എക്സാം സ്പെഷ്യൽ എപ്പിസോഡുകളാണ്. തീർച്ചയായും അത് കാണണം. വിദ്യാർത്ഥികൾ കാണണം, പാരൻസ് കാണണം, അധ്യാപകർ കാണണം, മറ്റുള്ളവരോടെല്ലാം ഇത് പറയണം. വെരി 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 സ്പെഷ്യൽ എക്സാം എപ്പിസോഡ്സ്. ഈ ആഴ്ചയിൽ വെള്ളിയാഴ്ച കോഴിക്കോട് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരികയാണ്. ഒരിക്കൽ കൂടെ ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശനിയാഴ്ച പാലക്കാട്. തീർച്ചയായും വരണം. കർത്താവ് നിങ്ങളെ ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലൂടെ അനുഗ്രഹിക്കട്ടെ. ധാരാളമായ അനുഗ്രഹം കർത്താവ് തുടർന്നും നിങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കട്ടെ. നാളത്തെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഉദ്യാന ഗ്രഹം വഴിയായി ഓടിപ്പോയ രാജാവാര്? വിച്ച് കിങ് ഫ്ലഡ് അവേ ബൈ ദ വേ ഓഫ് ദി ഗാർഡൻ ഹൗസ്? ഓപ്ഷൻസ്: എ അഹസ്യാവ്, ബി അരാം, സി മേശ, ഡി യഹോശഫാത്ത്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനം നൽകുന്നത് OM ബുക്സ് ആണ്.